ഭൂമിയിൽ മാത്രമല്ല അങ്ങ് ബഹിരാകാശത്ത് വരെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ് നമ്മൾ സ്ത്രീകൾ. ആ അഭിമാനത്തോടു കൂടി ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് ആരംഭിക്കാം. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടിത്തന്ന് നമ്മളെ ഹാപ്പി ആക്കാൻ പോകുന്ന നമ്മുടെ ഗസ്റ്റുകൾ ആരൊക്കെയാന്ന് അറിയണ്ടേ? ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ള രണ്ട് ഗായകരാണ്. So let's welcome രഞ്ജിനി ജോസ് and അൻവർ സാഗർ. പക്ഷെ രഞ്ജൻ ചേച്ചി പറ്റിച്ചല്ലേ താങ്കള്? ഇറങ്ങി വന്നപ്പോ ഒരു പിടി മുന്നേ കയറി വന്നു. നേരത്തെ ഓടിക്കളഞ്ഞ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ, ഈ പാട്ട് കേട്ടോണ്ട് വരാനിരുന്ന ആൾ അവിടെ നിന്നെന്താ? ഞാൻ കിറായി പോയി. എനിക്ക് സ്വാസികയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. ഒരു കേരളത്തിലെ ഒരു റാണി മുഖർജിയുടെ പോലത്തെ അവിടെ സത്യമായിട്ടും റാണി മുഖർജിയുടെ ഒച്ച കേട്ടിട്ടില്ലേ? ഒച്ച ആൺകുട്ടിയെ ജനിക്കേണ്ടവളായിരുന്നു, പിന്നെ ഇങ്ങനെ പെൺകുട്ടി ആയി പോയതാണ്. നമുക്ക് ഇരുന്ന് നമുക്ക് ഓക്കെ. അപ്പൊ അൻവർ ഖാൻ, രഞ്ജിനി ചേച്ചി, നിങ്ങളുടെ കൂടുതൽ വിശേഷം കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് രഞ്ജിനി ചേച്ചിയോട് ചോദിക്കാം. അതായത് രഞ്ജിനി ചേച്ചി കുറേ ആയി വിളിക്കണു, ഭയങ്കര ജാട കാണിച്ച് വരുന്നില്ല. ഈ കോവിഡിന്റെ സമയത്ത് തന്നെ നീ ഈ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കണം. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അമൃത എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചാനലായത് കാരണം വെറുതെ അല്ല. രഞ്ജിനി ചേച്ചിക്ക് ഭാഗ്യം ഇദ്ദേഹത്തിന്റെ കൂടെ വരാനാണ്. ഇത് ഈ ഒരു പ്രോഗ്രാം എന്നല്ല, ഞാൻ എത്തിപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാംസിലും ഇദ്ദേഹമാണ് വരാറ്. ഇനി അൻവർക്കയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചേ, എന്നെ കാണുമ്പോൾ മനസ്സിൽ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ടോ പാടാൻ? என்னை சொல்லு என்னை சொல்ல காதல் என்னை கையால் தள்ள இறகுகள் முளைக்குது மனசுக்குள் மெல்ல ஜன்னல் காற்றாகி வா ஜரிகை பூவாகி வா மின்னல் மழையாகி வா உயிரின் மூச்சாகி வா ശ്വാസിക്കേ ശ്വാസിക്കേ. ഇൻഷ്യലായിട്ട് കൂട്ടി. താങ്കൾ ഡാൻസർ ആയിരുന്നോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതായത് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. അതും കൂടെ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് പുറത്ത് തെറിച്ചു പോയേനെ. ഇങ്ങനെ പാട്ട് പാടുന്നതിന് മനക്കരുത്ത്, ഫിസിക്കൽ കരുത്ത് എല്ലാം വേണം, അല്ലെങ്കിൽ നമ്മൾ തെറിച്ചു പോകും. ഈ തലയാട്ടിൽ പക്ഷെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഇത് ഭയങ്കരമായിട്ട് ചെയ്യുന്നത്. എപ്പോഴും വിഗ് വെക്കണം എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എന്തിനു വിഗ് വെക്കണം? വിഗ് വെക്കണേന് എവിടെയെങ്കിലും കുറച്ച് മുടി വേണം അത് പിടിച്ചു നിർത്താനായിട്ട്. ഇത് അതില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ചേട്ടൻ വിഗ് വെച്ച് തലയിൽ ഇരിക്കില്ല. ഇമാതിരി ഡാൻസ് അല്ലേ, വിഗ് തെറിച്ചു പോകും. തിരിച്ചു വീണ ഭാഗത്ത് ആരെങ്കിലും നിന്ന് ആ തല ആ വിഗ് വീണ ആളെ ചാവും. ഏറ്റില്ലല്ലേ? എല്ലാ പാച്ച് കളഞ്ഞിരിക്കുകയാണ്. ബോറടിക്കുന്നു, ഒരു പാട്ട് പാടണം. പാട്ട് പാടും. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. അടിപൊളി, നല്ല പാട്ടായിരുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ്, ചേട്ടൻ കൂട്ട് എന്ന സിനിമയിലാണ് ആദ്യം പാടിയത്. എങ്ങനെയാണ് അതിലേക്ക് ഈ കൂട്ട് ടീമിലേക്ക് എത്തിപ്പെട്ടത്? ഗാനമേള അവിടെ പോയി ഗാനമേള കേൾക്കാൻ പോകും, അതൊരു ഹരമായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ
നമ്മളൊരു സുഹൃത്തിൻ്റെ കീബോർഡ്സിൻ്റെ കാലിൽ ചുരണ്ടി ഒരു അവസരം ചോദിച്ചു. അദ്ദേഹം അവസരം തരികയും ഞാൻ കയറി പാടുകയും പിന്നെ അത് ഇങ്ങനെ പാടി 2-3 വർഷം കഴിയുമ്പോൾ ഒരുപാട് സമിതികളിൽ ട്രിവാൻഡ്രത്തുള്ള എല്ലാ സമിതികളിൽ പാടുകയും ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ദേവരാജ മാഷിൻ്റെ അസോസിയേറ്റായിരുന്ന പ്രിയപ്പെട്ട ഗണേശേട്ടൻ വഴി മോഹൻ സിത്താര സാറിനെ എനിക്ക് ബന്ധപ്പെടാൻ കഴിയുകയും അദ്ദേഹത്തിന് മുമ്പിൽ കുറേ പാട്ടുകൾ പാടാൻ അവസരം കിട്ടുകയും അങ്ങനെ കൂട്ട് എന്ന ചിത്രത്തിൽ എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. 2-3 മോഹൻ എന്ന പേരുള്ള ആൾക്കാർ ചേട്ടന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. 3 മോഹൻ. 3 മോഹന്മാർ. 3 മോഹൻ. ഒന്ന് ഈ പറഞ്ഞ രാജ്മോഹൻ, കാലിൽ ചുരണ്ടയാള്. ഓ. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ പോയി നിൽക്കും കേട്ടോ. എനിക്ക് ഒരു മടിയില്ല, ഒരു ഇതുമില്ല, ഒരു ചളിപ്പില്ല. ചേട്ടാ എനിക്കൊരു പാട്ട് പാടാൻ ഒരു 16-17 വയസ്സുള്ള കേട്ടോ ആ സമയത്ത്. മാറില്ലെന്ന് പറഞ്ഞു എന്നെ. ഞാൻ വിടൂല. വീണ്ടും ചുരണ്ടിച്ചോണ്ട് അവസാനം ഒരു പാട്ട് പാടാൻ അവസരം കിട്ടി. അതേത് പാട്ടായിരുന്നു? வெத்தல போட்ட ஷோக்கல்னா கப்புன்னு குத்துன மூக்குல அட வந்தது பாரு ரத்தம் இந்த அமர மனசு சுத்தம் மராபதி இறக்கும் அமர வந்து நின்னா சறக்கும் அமரம் பேர சொன்னா தானே சோட்டா போட்டில் பறக்கும் ஐசால கடிமேட்டு தானுங்க அமரம் பாட்டில தான் கெட்டிக்காரங்க ஆஹா ஐசால கடிமேட்டு தானுங்க அமரம் பாட்டில தான் கெட்டிக்காரங்க வெத்தல போட்ட ஷோக்கல்னா கப்புன்னு குத்துன மூக்குல அட வந்தது பாரு ரத்தம் இந்த அமர மனசு சுத்தம். പാടിയപ്പോഴേ പാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ രാജ്മോഹൻ ചേട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു സന്തോഷമുണ്ട് പുള്ളിയുടെ മുഖത്ത്. ഈ പരിപാടി ഞാൻ ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അടുത്ത സുരേഷ് മോഹനിലെത്തി. ജൂപ്പിറ്റർ ഓർക്കസ്ട്രയുടെ ഓണർ സുരേഷ് മോഹൻ എന്ന് പറയുന്ന ആ മോഹൻ, രണ്ടാമത്തെ മോഹൻ. അദ്ദേഹം ഇതിൽ പാടി ഗണേഷ്. ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഒരു ട്രൂപ്പിന്റെ മുതലാളി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഞങ്ങളെ കൂടെ പാടാൻ വരാമോ? എനിക്ക് പൂത്തിരി ഇങ്ങനെ പൊട്ടി ഇവിടെ കൂടെ പൊട്ടി തെറിക്കാണ്. ചേട്ടാ ഞാൻ വരാം. അങ്ങനെ 2 വർഷം ആ ട്രൂപ്പിൽ പോയി പാടി. കുറച്ച് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അതായത് ഈ തുടക്കക്കാരന് ഒരു സംഭവമുണ്ട്. പിന്നെ 10 വർഷം കഴിയുമ്പോൾ ജീവിതത്തിൽ 3ാമത്തെ മോഹൻ എൻട്രി ചെയ്യുകയാണ്. ഈ മോഹനാണ് മോഹൻ സിത്താര സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ ഗണേശേട്ടൻ വഴി അദ്ദേഹത്തിനെ കണ്ടുമുട്ടി. ഈ 3 മോഹന്മാര് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത, ഒരിക്കലും മറക്കില്ല. രഞ്ജിനി ചേച്ചി പറയൂ, രഞ്ജിനി ചേച്ചിയുടെ പ്ലേ ബാക്ക് സിംഗിങ് എൻട്രി. ഞാൻ സിനിമയിൽ പാടുന്നത് സ്കൂളിൽ വെച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ പാട്ടുകൾ എഴുതുമായിരുന്നു. അപ്പൊ അതൊക്കെ ആ നേരത്തെ ചെയ്യുമായിരുന്നു. ബാൻഡൊക്കെ ഉണ്ട്. നമ്മുടെ CBSE സ്കൂൾ സാധാരണ അറിയാലോ, കുറെ മറ്റേ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ബാൻഡ് പരിപാടികൾ അന്നേ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാടുമായിരുന്നു. പക്ഷെ 12th പഠിക്കുമ്പോഴാണ് അന്ന് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ തുടങ്ങി ഞാൻ കൊച്ചിൻ കോറസിൽ ഭാഗമായിരുന്നു. ഈ പറഞ്ഞ അന്ന് ട്രാക്കൊക്കെ ചെറുതായിട്ട് പാടുമായിരുന്നു. ജെർസൺ അങ്കിളിന്റെ ക്രിസ്ത്യൻ ഡിവോഷനിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. 12th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഫാദറും സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തുളസീദാസ് സർ അങ്കിളാണ് മേലെ വരുത്തിയ മാലാകുട്ടികൾ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ. അപ്പോൾ അങ്ങനെ അതിൽ ഒന്ന് പാടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അവസരം കിട്ടുകയാണ്. അങ്ങനെയാണ് ചേതനയിലെത്തി ഞാൻ ആ പാട്ട് പാടുന്നത്. ബേണി ഇഗ്നേഷ്യസ് സേഴ്സ് അവരാണ്.